ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രൊമോഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് റെസ്റ്റോറൻറ്റ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പിനൊക്കെ വേണ്ടിയിട്ടോ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇന്ന് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഓറഞ്ച് ജ്യൂസ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു അതിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് ഞാൻ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷന് വന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു ഗ്രേഡിയൻറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പ്രീസെറ്റായിട്ട് ഞാനൊരു കളർ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പ്രീസെറ്റായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു 2 കളർ, അതായത് ഓറഞ്ചും ഗ്രീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 വേരിയേഷൻസ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിയൻറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. പക്ഷേ എനിക്കൊരു ലീനിയർ ടൈപ്പ് അല്ല വേണ്ടത്. എനിക്കൊരു റേഡിയൽ ടൈപ്പാണ് എനിക്ക് വേണ്ടത്. ഓക്കെ. അപ്പം റേഡിയൽ ടൈപ്പ് എന്ന് പറയുമ്പം ഞാനിവിടെ സ്കെയിൽ ചെയ്യാൻ പോകുന്നത്, ഞാനൊന്ന് കുറച്ച് സ്കെയിൽ ചെയ്തിട്ട് ഞാനിവിടെ അതെ, ഈ ഒരു കളർ, ഒരു പച്ച, ആ ഒരു കളർ നമ്മളിവിടെ സെറ്റ് ചെയ്തു. നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാനൊരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഫ്രീ പിക്ക് നമുക്ക്, അല്ലെങ്കിൽ ഫ്രീ പിക്കോ അല്ലെങ്കിൽ അൺസ്പ്ലാഷിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ അപ്പോൾ ഞാനിവിടെ ഫ്രീ പിക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് ഇത്. ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിനെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കതൊരു ബ്ലെൻഡ് മോഡിലേക്ക് നമുക്ക് എത്തിപ്പെടും. അപ്പോൾ ആ മൾട്ടിപ്ലൈ വെറുതെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഫിൽറ്റർ ബ്ലർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് ഗോഷൻ ബ്ലർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഗോഷൻ ബ്ലർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 4 റേഡിയസിലുള്ള ഒരു നമുക്ക് ഗോഷൻ ബ്ലർ നമുക്കിവിടെ ചൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ബ്ലെൻഡായി. പക്ഷേ എനിക്ക് ഇത്രയും ബ്ലെൻഡ് ആവണ്ട. ഞാനൊരു ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു 50, അല്ലെങ്കിൽ ആ ഒരു 50 അല്ലെങ്കിൽ 60 എന്നുള്ള ഒരു ഒരു റേഞ്ച് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത്, ഞാനൊരു ഓറഞ്ച് ഫ്രെയിം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഓറഞ്ച് ഫ്രെയിം ഞാൻ അൺസ്പ്ലാഷിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് ഓറഞ്ച് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു ഫ്രെയിമിൻ്റെ അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഓക്കെ. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ഞാൻ അതിനെ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞാൻ പ്രീസെറ്റായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഇമേജസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതായത് പ്രോപ്പർട്ടീസിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ, അതായത് സെലക്ഷൻ ടൂളിനെ പറ്റിയിട്ടൊരു വീഡിയോ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്. ഓക്കെ. സോ അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യാണ്. ഇപ്പോൾ ഇത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു സെൻട്രലായിട്ടൊന്ന് അലൈൻ ചെയ്തു, അല്ലെങ്കിൽ സെൻട്രലായിട്ട് ഞാനൊന്ന് ഫിക്സ് ചെയ്യാണ്. ഓക്കെ. ഞാനിത് ഒന്ന് വലുതാക്കിയിട്ട് ഓക്കെ. ഇനി എനിക്കിത് കുറച്ചൊന്ന് ഒരു ഗോഷൻ ബ്ലർ ചെയ്യണം. പക്ഷേ അതിന് മുന്നേ എനിക്കിത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്കിവിടെ പറ്റും. ഓക്കെ. ഞാനിവിടെ ഒരു 4 അല്ല, നമുക്കൊരു 5 കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഈ എന്തുകൊണ്ട് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്കത് വീണ്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻസ് ഞാൻ കൊടുത്തത്. ഓക്കെ. ഇനിയിപ്പോൾ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു പേജിലേക്ക് പോകും. അത് നമുക്കിപ്പം തൽക്കാലത്തേക്ക് നോക്കണ്ട. അപ്പോൾ ഞാൻ ഇതും ബ്ലറാക്കി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജ്യൂസ് ജാർ, അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൻ്റെ ആ ഒരു ജാറ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിവിടെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്കിവിടെ ഞാനിപ്പം ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ, അല്ലെങ്കിൽ ആ ഒരു
കാണുമ്പോൾ ഓറഞ്ചാണ് എന്നുള്ള ഫ്രെയിം കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്ലീസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊടുത്തത്. പക്ഷേ ഇത് നല്ലൊരു രീതിയിൽ വർക്ക് ആവുന്നുണ്ട് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാനത് കൊടുത്തത്. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കൊരു ടെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ച്. എനിക്കിത് ഞാൻ യൂസ് ചെയ്ത ഫോണ്ട് എന്ന് പറയുന്നത് പോപ്പിൻസ് എക്സ്ട്രാ ബോൾഡ് ഇറ്റാലിക്സ് ആണ്. എനിക്ക് കുറച്ച് ചരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറ്റാലിക്സ് ഫോമിലായിരിക്കണം എന്നുള്ളൊരു കൊണ്ടാണ് ഞാനിത് ഇറ്റാലിക്സ് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്കത് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇറ്റാലിക്സിൽ പോകുന്നത് ഞാനത് കൊടുക്കുന്നു. പക്ഷേ എനിക്ക് ഇതെന്ന് പറയുന്നത് ബേസിക്കലി എനിക്ക് ഫുൾ ക്യാപ്സിലേക്ക് വരണം. അപ്പോൾ ക്യാപ്സിലേക്ക് വരണമെങ്കിൽ ഞാനിവിടെ ക്യാരക്ടറിൽ പോയിട്ട് ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അത് പോകും. ഇപ്പോൾ കൺട്രോൾ ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തു. ആ സെയിം ഫോണ്ട് തന്നെ ഞാനത് കോപ്പി ചെയ്തു. അതിനെ ഞാൻ യൂസ് ചെയ്ത് ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കത് വീണ്ടും കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ജെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കത് കോപ്പിയാവും. ഓക്കെ, ആ ഒരു ഫയൽ. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ച് ഫ്രഷ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്കത് എങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഞാനൊരു ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്റർ. നമ്മളൊരു ബേസിക്കായിട്ടൊരു പോസ്റ്റർ, അല്ലെങ്കിൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഒരു ലോഗോ ആഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഓഫർ നമുക്ക് ആഡ് ചെയ്യാം. ഓഫർ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. അതായത് പല ആൾക്കാരും ഭയങ്കര തല പുകയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. എൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. എന്തിന് വേണ്ടിയിട്ടാണുള്ളത് അല്ലെങ്കിൽ എന്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. രണ്ടാമത്തേന്ന് പറയുന്നത് ഞാൻ ആ ഒരു ഫ്രെയിം ആഡ് ചെയ്തു. ആ ഫ്രെയിം ആഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡേയ്സിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. ആ ഫ്രെയിം നമുക്ക് ആഡ് ചെയ്തതിൻ്റെ ആവശ്യമുണ്ടോ വേണ്ടോ എന്നുള്ളത്. ആ ഓറഞ്ചിൻ്റെ ഒരു ഫീല് കൊണ്ടുവരിക. ആ ഒരു ഓറഞ്ചിൻ്റെ ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് എന്ന് തോന്നിക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്ത കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ അധികമായിട്ട് നമുക്കിവിടെ തോന്നുന്നില്ല എങ്കിലും ഞാനിവിടെ ഗ്രീനിനൊരു പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഫ്രഷ് എന്നുള്ള ഓറഞ്ച് ഫ്രഷ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ജ്യൂസിൻ്റെ ആ ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബേസിക്കലി ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ കൊടുത്തത്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി വരും ദിവസങ്ങളിൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും ഇപ്പോൾ ടൂൾസിനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽ ഞാൻ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. സോ ഈ ഒരു വീഡിയോ വളരെയധികം പലർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. സോ അപ്പം ഈ ഒരു വീഡിയോ ആഹ് കഴിയാവുന്നതും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഡിസൈനർ മേഖലയിലുള്ള ആൾക്കാർക്കും ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കൂടുതൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. കാരണം ഡെയിലി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. കാരണം അവരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഇടാൻ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.